അവന്മാർ അക്കരെ ഇക്കരെ നീങ്ങുക അന്നേരം പോയതാ. ഈ പിള്ളേരുടെ ഒക്കെ പറഞ്ഞാല് മനസ്സിലാകിയല്ല. അവർ നമ്മളെ പേടിപ്പിക്കുന്നു. ചേട്ടന്റെ വഴിക്ക് പോകും, ഞങ്ങളുടെ കാര്യം നോക്കാന്ന് അവര് പറയുന്നത്. ഇവിടുന്ന് ഒരു 3-4 മാസമേ ഉള്ളൂ പോലീസുകാർ ഒരു 10-30 പെണ്ണുങ്ങളെയും പിള്ളേരെല്ലാം പിടിച്ചോണ്ട് പോയത്. ഈ കഞ്ചാവും ഇതും എല്ലാം ആയിട്ട്. അന്നേരം ആ പെണ്ണ് പറയാ, അത് വേണ്ട, നമുക്ക് ജവാൻ മേടിച്ചാൽ ആ ചേട്ടനെ കൊടുത്താൽ മതി. ഈ അസിസ്റ്റർ അവിടെ നിന്ന് തന്നെ വരുന്ന പെണ്ണുങ്ങൾ അവിടെ ഒരു ഷാപ്പുണ്ട്, അവിടെയൊക്കെ വന്നിരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നു, ആണുങ്ങളുടെ മടി കിടക്കുന്നു, കള്ളു കുടിക്കുന്നു. ഇവരെന്നാ വലിക്കാന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് മേടിച്ച് വെച്ചിട്ട് ഇവര് വേറെ സാധനമൊക്കെ ഒഴിച്ച് വീടി സിഗരറ്റ് വലിക്കുന്നു, ആണുങ്ങളുടെ മടി കിടക്കുന്നു. ഇവരുടെ എല്ലാം പറഞ്ഞ വിവരങ്ങള് ഓട്ടക്കാർ സഹിതം ഇവിടെ പറഞ്ഞ അവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഇറങ്ങി കഴിയുമ്പം നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റില്ല. എന്താണ് ക്യാമറ എടുക്കുന്നത് നമ്മൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിവിടുന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു, ഇവരെന്ത് ചെയ്യുന്നുള്ളത് നമുക്കറിയത്തില്ല. ആ കാരണന്മാർ എന്തര വേദന സഹിക്കുന്നുണ്ട്. രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പിന്നെ ഇതിന്റെ പുറകെ കേസുമായിട്ട് അവർ നടന്നു. അവർക്ക് കാശുണ്ട്, നമുക്ക് കാശില്ല. പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു, നല്ല നമ്മുടെ അടി പറഞ്ഞു പോയെങ്കിലോ കാലം പോകും. ഇന്നലെ അപകടത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ കുളിക്കാൻ ഇറങ്ങിയ കടവിൽ ഇന്നൊരു ചേട്ടൻ അവിടെ ഒരു കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ തന്നെ അറിയാം ഈ ഒരു പുഴയുടെ ഗതിയും ആ ഒരു അപകട സാധ്യത പറ്റി. ചേട്ടൻ തന്നെ നമുക്ക് ഇന്ന് ഇപ്പൊ വിശദമായിട്ട് പറഞ്ഞു തരും എന്താണ് സംഭവിച്ചെന്നുള്ളതൊക്കെ. അവന്മാർ അക്കരെ ഇക്കരെ നീങ്ങുക അന്നേരം പോയതാ. ആണല്ലേ? ഇന്നലെ ഒരു പുഴയുടെ ഒരു ഗതി എങ്ങനെയായിരുന്നു? വെള്ളം കൂടുതലായിരുന്നു, അങ്ങനെ പോയതാ. ഇന്നലെ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ വെള്ളം ഇത്രേ ഉള്ളൂ, ഇപ്പം വെള്ളം കുറവാ. അടിയൊഴുക്കുണ്ടോ? അടിയൊഴുക്കുണ്ട്. അപ്പൊ ഇന്നാണെങ്കിൽ അപകടമുണ്ട്. അപകടമുണ്ട്. നന്നായിട്ട് ഈ പുഴയെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പുഴ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല വിട്ടുപോവുകയാണ് ഏറ്റവും നല്ലതാ. അറിയത്തില്ല. അതന്നെ അടി ഒഴുക്കുണ്ട്, കാല് പിടിക്കുമല്ലോ, പറഞ്ഞു പോകും. അങ്ങനെയാ സംഭവം. കാല് പിടിക്കത്തില്ലെന്നേ, കാല ഉറക്കുന്നില്ല. ഇവന്മാര് അക്കരെ ഇക്കരെ നീങ്ങുക, അങ്ങനെയാ പറയുന്നത്. ഈ ഒരു ഏരിയയിൽ തന്നെ ഇല്ലാത്ത കുട്ടികളാണ് പുറത്തു നിന്ന് പഠിക്കാൻ വന്നത്. അതന്നെ, ജർമ്മൻ പഠിക്കാൻ വന്ന പിള്ളേരാ. അങ്ങനെയാ അതിന്റെ സംഭവം. അതെ അതെ, മുണ്ടക്കയത്താണ് സംഭവം. അവന്മാരിവിടെ കുളിക്കാൻ വന്നത്. ഞങ്ങളുടെ ഇവിടെ ആദ്യം സംഭവം. അല്ലാതെ ഈ മൂടിലൊക്കെ ഉരുളുപൊട്ടി ആൾക്കാർ മരിച്ച് ഒഴുകി വരുന്നുണ്ട്. അല്ലാതെ ഞങ്ങളുടെ ഈ നാട്ടിലെ ഇവിടുത്തെ പിള്ളേര് ഈ ഇരികര മുറ്റി ഇത്രയും വെള്ളം പൊങ്ങി നിൽക്കുമ്പോൾ അക്കരെ ഇക്കരെ ഞങ്ങൾ നീന്തി കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ഒന്നും അറിയാതെയുള്ള അല്ല, ഇവിടെ ഈ പിള്ളേരുടെ ഒക്കെ പറഞ്ഞാല് മനസ്സിലാകിയല്ല. അവർ നമ്മളെ പേടിപ്പിക്കുന്നു. ചേട്ടന്റെ വഴിക്ക് പോകും, ഞങ്ങളുടെ കാര്യം നോക്കാന്ന് അവര് പറയുന്നത്. ഇവിടുന്ന് ഒരു 3-4 മാസമേ ഉള്ളൂ പോലീസുകാർ ഒരു 10-30 പെണ്ണുങ്ങളെയും പിള്ളേരെല്ലാം പിടിച്ചോണ്ട് പോയത്. ഈ കഞ്ചാവും ഇതും എല്ലാം ആയിട്ട്. അതായത് ഇവിടെ ഇപ്പൊ സാമൂഹ്യ വിരുദ്ധരും അടക്കമുള്ള അങ്ങനെ ആൾക്കാരില്ല. ഈ വരുന്ന പിള്ളേര് മാത്രം വരുന്ന വിദ്യാർത്ഥികൾ, ഈ ജർമ്മൻ ഭാഷ പഠിക്കാൻ വരുന്ന പിള്ളേരും അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ, അവരാണ്. പക്ഷെ നമ്മളാരും യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവര് നേരെ തിരിച്ച് ഇങ്ങോട്ട് പറയും. അതായത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന പോലെ അവര് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പിടിച്ചിട്ട് തല്ലു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് പറയും അവിടെ പീഡിപ്പിച്ചെന്ന് പറയും. അതുകൊണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം ഉണ്ട്. ഈ കഴിഞ്ഞ 24-ാം തീയതി നമ്മുടെ ഈസ്റ്ററില്ലേ, ഈസ്റ്ററിന് ഞങ്ങൾ വിവരയിൽ അവിടെ നിൽക്കുമ്പോൾ ഒരാണും പെണ്ണുകൂടെ വന്നിട്ട് പറഞ്ഞു, അവരാണ്ട് ഒരു വില കൂടി സാധനം പറഞ്ഞു. അന്നേരം ആ പെണ്ണ് പറയാ, അത് വേണ്ട, നമുക്ക് ജവാൻ മേടിച്ചാൽ മതി, ആ ചേട്ടനെ കൊടുത്താൽ മതി. ഞങ്ങളുടെ ഫ്രണ്ട് നിൽക്കുക സാധനം മേടിക്കാനായിട്ട്. ഒരു 10-40 പേരുണ്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നത്. അത് ഈ ഇവിടുന്ന് തന്നെ ഉള്ളത്, ഈ അസിസ്റ്റർ അവിടെ നിന്ന് തന്നെ വരുന്ന പെണ്ണുങ്ങൾ. ഈ അവിടെ ഒരു ഷാപ്പുണ്ട്, അവിടെയൊക്കെ വന്നിരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്നു, ആണുങ്ങളുടെ മടി കിടക്കുന്നു, കള്ളു കുടിക്കുന്നു. ഇവരെന്നാ വലിക്കാന്ന് നമുക്കറിയില്ല. അവിടുത്തെ ഷാപ്പിലെ കള്ളിന്റെ മായം ഒന്നുമില്ല, തെങ്ങുകളും പനങ്ങളും ഉള്ളൂ. പക്ഷെ ഇത് മേടിച്ച് വെച്ചിട്ട് ഇവര് വേറെ സാധനമൊക്കെ ഒഴിച്ച് വീടി സിഗരറ്റ് വലിക്കുന്നു, ആണുങ്ങളുടെ മടി കിടക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം പറയാം ഷാപ്പിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ടും അവർ പീഡിപ്പിച്ച് മറ്റേതെന്ന് പറയുമ്പം നമ്മളെല്ലാം ജയിലിൽ പോകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കണ്ടു കേട്ട് നമ്മളിങ്ങനെ നടക്കുന്നു. പക്ഷെ ഇത് ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ആദ്യമാണ് ഇവിടെ. എനിക്ക് 52 വയസ്സായി. ഇത് കാരണവരാ, 75 വയസ്സായി. ഇത്രയും വർഷമായിട്ട് ഇങ്ങനെ സംഭവം ആദ്യം. ഈ കാരണം ഈ ഇത്രയും വെള്ളം പൊങ്ങി നിൽക്കുമ്പോഴും ഇരികര മുറ്റി വെള്ളം ഞങ്ങൾ തേങ്ങ പിടിക്കാൻ വേണ്ടി ഇതിന്റെ അക്കരക്കര ആ വീട്ടില് ഇവിടുന്ന് അക്കരക്കര ഞങ്ങൾ പോകുന്നത്. ഇവിടുന്ന് തേങ്ങ പിടിച്ചിട്ട് അങ്ങോട്ട് പോകും, നേരെ മുന്നോട്ട് കയറി അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് ഇതിന്റെ അപകടാവസ്ഥ അറിയാം. ഇപ്പൊ നിങ്ങളാണേലും മദ്യം കഴിച്ചിട്ട്, ക്യാമറമാരെല്ലാവരും ഉണ്ടല്ലോ, നിങ്ങളെല്ലാം മദ്യം കഴിച്ചിട്ടാണല്ലോ അവിടെ നിന്ന് കഴിയുമ്പം അടിയിൽ നിന്ന് മണ്ണ് കടലിൽ നമ്മൾ ഇറങ്ങിയാലേ ഈ തിരമാല വന്നു കഴിയുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് പോകല്ലേ എന്ന് പറഞ്ഞത് ഇത് പോകും. ആ പോകുന്ന പോക്ക് കമന്നു പോയാൽ ഇത് നേരെ പോവുള്ളൂ. ഇവരുടെ എല്ലാം പറഞ്ഞ വിവരങ്ങള് ഓട്ടക്കാർ സഹിതം ഇവിടെ പറഞ്ഞ അവിടെ ഇറങ്ങരുതെന്ന് പറഞ്ഞു. പക്ഷെ അവരുടെ ആ ഒരു
ചിലപ്പോ സമയമായി കാണും. അല്ല അവരുടെ സമയമായി കാണും. പിന്നെ നമുക്ക് വേറൊന്നും പറയാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഇറങ്ങി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് പിടിച്ചു കയറ്റാൻ പറ്റില്ല. നമ്മുടെ മക്കളാണെങ്കിൽ ശരിയാ, നമുക്ക് രണ്ടെണ്ണം കൊടുത്ത് കയറണമെന്നും പറഞ്ഞാൽ നമുക്ക് കയറ്റി വിടാം. നാട്ടുകാരുടെ മക്കൾക്ക് ആരെങ്കിലും പറ്റുമോ? ഇപ്പൊ നിങ്ങളാണെങ്കിലും ക്യാമറ എടുക്കുന്നുണ്ട്, എന്താണ് ക്യാമറ എടുക്കുന്നത് നമ്മൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. അതൊരു വിഷയം ഉണ്ടായിട്ടല്ലേ അവിടെ ക്യാമറ എടുക്കുന്നത്, വീഡിയോ ഈ ന്യൂസും എല്ലാം കാണിക്കുന്നത്. പക്ഷെ ഇത് എന്തായാലും ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർ ആരും പഠിക്കുകയില്ല. എനിക്കുണ്ട് +2 പഠിക്കുന്ന വെച്ച് ചെറുക്കന്, 10ാം ക്ലാസ്സിൽ പെണ്ണ്. ഇങ്ങർക്കുണ്ട് 3-4 മക്കള് വേറെ. ഞങ്ങൾ ചേട്ടനന്മാരും ഇന്ന് മക്കൾ വേറെ ഉണ്ട്. പക്ഷെ വേറെ ഒന്നുമില്ല, ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് 1 വയസ്സുള്ള ഒരു കൊച്ചിനോട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയുന്നത് സ്വഭാവം എന്താ രീതിയിൽ. ശരിയാണ്. ശരിക്കും പറഞ്ഞാൽ കാരണവന്മാർ അധ്വാനിച്ചുണ്ടാക്കി ഇതുകൊണ്ടാകുന്നത്. അതാണ് ചുഴി, ആ സാധനം. ഇപ്പൊ കറങ്ങിയത് കണ്ടോ? അതാണ്. അവിടുന്ന് കാല് പറഞ്ഞാൽ തീർന്നു. അപ്പം വേറൊന്നല്ല, നമ്മള് എന്ത് പൈസ മുടക്കി നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാൻ വിടുന്നത്. നമുക്കിപ്പം കോട്ടയത്തായിരിക്കും, ചിലപ്പോൾ തിരുവനന്തപുരത്തായിരിക്കും ഇവർക്ക് പിള്ളേർക്ക് ജോലി. അവിടെ പണിയുണ്ട്, ജോലി ഉണ്ടെന്ന് പറയുന്നു. നമ്മളിവിടുന്ന് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇവരെന്ത് ചെയ്യുന്നുള്ളത് നമുക്കറിയത്തില്ല. അതും ഈ ഇതുപോലുള്ള ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പം മാസത്തിലാണെങ്കിലും ആഴ്ചയിലാണെങ്കിലും കാരണന്മാർ വന്നൊന്ന് അന്വേഷിക്കണം. വിളിച്ച് പറയുമ്പം അന്നേരം ഒന്നെങ്കിൽ മൊബൈലിൽ കൂടെ ഇപ്പോൾ ഗൂഗിൾ പേ ആയിട്ട് പൈസ അയച്ചു കൊടുക്കുന്നു. അവരെന്ത് കാണിക്കുന്നു എന്നുള്ളത് കാരണന്മാർ അറിയുന്നില്ലല്ലോ. ഇപ്പൊ ആർക്കാ പോയത്? ആ പിള്ളേരുടെ കാരണന്മാർക്ക് പോയില്ലേ. ഒന്ന് 21 വയസ്സ്, ഒന്ന് 19 വയസ്സ്. അവർക്ക് തന്നെ ജീവിതത്തെ പറ്റി ഒരറിവും അവർക്ക് ആയിട്ടില്ല. ജീവിതം എന്താന്ന് പോലും അവർ തുടങ്ങിയിട്ടില്ല. ആ കാരണന്മാർ എന്തര വേദന സഹിക്കുന്നുണ്ട്. ഒരാളുടെ വിദേശത്തം കണ്ടെന്ന് പറഞ്ഞു, എറണാകുളത്തും കണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പുള്ളി അപ്പന്. ആ അപ്പനോട് കിടന്ന് കഷ്ടപ്പെടുന്ന ആർക്കാ? ഈ മക്കൾക്ക് വേണ്ടില്ലേ? ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. ഞങ്ങളിവിടെ ഈ വെള്ളം പൊങ്ങുമ്പോഴെല്ലാം ഞങ്ങൾ പിള്ളേരുടെ എല്ലാം കുളിക്കാറങ്ങുമ്പോഴും ഞങ്ങൾ പറഞ്ഞു കയറ്റി വിടുന്നതാണ്. പക്ഷെ ഇത് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നിങ്ങൾ മാധ്യമ പ്രവർത്തകരും ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇതുപോലെ ഞങ്ങളെ അനുഭവമുള്ള ആൾക്കാർ പറയുമ്പം എല്ലാവരും തമാശയായിട്ട് പറയും. ഇപ്പം ഈ വെള്ളത്തിന്റെ നിറം നിങ്ങൾ ചുമ്മാ ജസ്റ്റ് നോക്കി, ഇപ്പം നിറം മാറിയില്ലേ? ചപ്പ ചവറുണ്ടോ? വെള്ളം കൂടിക്കൊണ്ട് വരും. മുകളിൽ മഴ പെയ്തിട്ടാ. ഞാൻ മുമ്പ് കാല് കാണിച്ചില്ലേ? ഇപ്പം അവിടെ നിലനിൽക്കുക. ഈ വെള്ളം കണ്ടോ? ഓരോ ഇലയും ഇത് വരുന്നത്. ഇതറിയുമ്പോൾ ഞങ്ങൾക്കറിയാം വെള്ളം കൂടുതൽ വരുന്നതെന്നുള്ളത്. ഇപ്പൊ ഇച്ചിരി സ്പീഡായില്ലേ? അങ്ങനെയാണ് ഇവിടുത്തെ സമ്പ്രദായം. അത് പറഞ്ഞാൽ ഈ പിള്ളേർക്കൊന്നും മനസ്സിലാക്കില്ല. അവർ പറയുമ്പോൾ അവരുടെ അപ്പനും അമ്മയ്ക്കും പറഞ്ഞ രീതി എന്ന് പറഞ്ഞാൽ നമ്മോട് ഇങ്ങോട്ട് തട്ടിക്കുക. അപ്പൊ നമ്മൾ വല്ലതും ഒരു തല വല്ലതും പിടിച്ച് കയ്യെ പിടിച്ച് കയറ്റി കഴിയുമ്പം നേരെ പോലീസ് സ്റ്റേഷനോട് പോകുന്നു. അപ്പൊ അവര് നിരപരാധികള് രക്ഷിക്കാൻ ശ്രമിച്ചാൽ നമ്മള് പിന്നെ ഇതിന്റെ പുറകെ കേസുമായിട്ട് അവർ നടന്നതാണ്. അവർക്ക് കാശുണ്ട്, നമുക്ക് കാശില്ല. പറഞ്ഞ സത്യമാ കേട്ടോ, ഉള്ള കാര്യം ഞാൻ അതല്ല പറഞ്ഞു. നിങ്ങൾക്ക് ഇപ്പം വെള്ളം ഇത് കൂടുതൽ കണ്ടില്ലേ? ആ ഇലയൊക്കെ വരുന്നുണ്ടോ? ഇതൊക്കെ അനുസരിച്ചാണ് ഞങ്ങൾ ഓരോന്നും ഇത് പറയുന്നത്. മുമ്പത്തെക്കാലം വെള്ളം ആയോ ഇല്ലയോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഇതുണ്ടോ? ആ ഓളം നിലനില്ലേ? അതാ ഇങ്ങനെയാണ് അളവ് ഞങ്ങൾ നോക്കുന്നത്. അങ്ങനെ അത് വന്നു കഴിയുമ്പോൾ വെള്ളത്തിന് നിറം കൂടെ മാറി, ചെറിയ കലക്കലായി. ആ പാടത്തിൻ്റെ അങ്ങോട്ട് നോക്കി, ആ സൈഡിലോട്ട്. അവിടെ നേരത്തെ ഒഴുക്കില്ലായിരുന്നു. ആ ഇപ്പോൾ ഒരു വെളിരി പറന്നു പോയില്ലേ? അവിടെ ഒഴുക്കിലായിരുന്നല്ലോ, ഇപ്പം അവിടെ ഒഴുക്കായില്ലേ? ഈ ഒഴുക്കിലാണ് ഈ അടിയൊഴുക്ക് വരുന്നത്. നമ്മുടെ നിൽക്കുന്നിടത്ത് ഇത് പോകും. ഇതുകൊണ്ടാ ചുഴി വരുന്നത്. ഈ കറങ്ങി വരുന്നില്ലേ? അല്ല നോക്കിയോ, ഇതാണ് ചുഴി. ആ പാടത്തിന്റെ അവിടെ നടുഭാഗത്ത് കണ്ടോ അവിടെ വരുന്നത്? അവിടെ നിലയില്ല, അത് ചുഴിയാണ്. ആ ചുഴി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്തുകൊണ്ടേ പോവുള്ളൂ. നമ്മുടെ ഈ കാല് പറിച്ചുകൊണ്ട് പോകും. നമ്മൾ നിലത്ത് നിന്നാലേ എന്ത് അഭ്യാസം കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാം മൈക്ക് വെച്ചിട്ടുണ്ട്, ഇവിടെ ക്യാമറ വെക്കുന്നുണ്ട്. ഇത് കാലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീൽ ചെയർ ആയിരുന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. അടിസ്ഥാനം എന്ന് പറഞ്ഞൊരു സാധനം ഏതാ? അടിവസ്ത്രമല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ഇങ്ങനൊരു സ്റ്റെപ്പ് വേണം. കാലുറച്ച് നിന്നാല് നിങ്ങളിപ്പോൾ ഈ വർക്ക് ചെയ്യുന്നത് ഈ കാലും കൊണ്ട് ഓടി നടന്നും വണ്ടി ഓടിച്ചു ഇതൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കൈയും കാലും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാല് പറഞ്ഞു പോയാൽ എന്ത് ചെയ്യും? കൈ പറഞ്ഞു പോയാൽ എന്ത് ചെയ്യും എന്നൊരവസ്ഥയാ. അല്ലെങ്കിൽ സംശയം നിങ്ങൾ ഇപ്പം നോക്കിയിട്ടുണ്ടോ? വെള്ളം കൂടിക്കൊണ്ട് വരുന്നു, അതനുസരിച്ച് ഇവിടെ ചുഴിയുണ്ട്. അങ്ങോട്ട് നോക്കൂ. അപ്പൊ ഇന്നലെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഈ ഒരു പുഴയെ പറ്റി ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, ഇവിടുത്തെ എല്ലാ ദിവസവും ഇവിടെ കുളിക്കടവിൽ കുളിച്ചിട്ട് പോയത്. അപ്പൊ ചേട്ടൻ തന്നെ ഈ ഒരു പുഴയുടെ ഒരു ഗതിയെ പറ്റിയും ഒരു അപകട സാധ്യതയെ പറ്റിയൊക്കെ വിശദമായിട്ട് തന്നെ നമുക്ക് പറഞ്ഞു തരും. ചേട്ടാ, എന്താണ് ഇന്നലെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇവിടെ കുറെ കല്ല് കിടക്കുന്നു. ഈ ഭാഗത്ത് കുറെ കല്ല് കിടപ്പുണ്ട്. അത് വെറുക്കി മാറ്റിയത്. ആ പിള്ളേർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വേറൊരാള് ഇടമറ്റക്കാർ ഇവിടെ വന്ന് ഇവിടെ കുളിക്കാൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു പിള്ളേരെ ഇറങ്ങരുത്,
എന്നും പറഞ്ഞ് അവര് പോയി. ചെറിയ വെള്ളം വരവുണ്ടായിരുന്നു ഇവിടെ. വരവുണ്ടായിരുന്നു. ഇന്നലെ മഴ പെയ്തുകൊണ്ട് ഇച്ചിരി നമുക്ക് ഇവിടെ ഇവിടെ മഴയില്ലായിരുന്നു. ഇല്ലായിരുന്നു. മലയ്ക്ക് മഴ പെയ്തിട്ട് വെള്ളം മലയ്ക്ക് വരവുണ്ടായിരുന്നു. വെള്ളം ഇവിടെ വന്നതാ. അതുകൊണ്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞു. ഓക്കെ. ആ, ഈ അതായത് അപ്പോൾ നമ്മുടെ ഈരാറ്റുപേട്ട സൈഡിൽ മഴ പെയ്താൽ മഴ തന്നെ പെയ്താൽ ഇങ്ങോട്ട് ഇവിടെ വരും. വലിയൊരു അത് അപകട സാധ്യതയുണ്ട്. ഈരട്ടോടെന്ന് പറഞ്ഞാല് നമ്മുടെ ഇലക്കിക്കല്ല്, ആ. തലനാട് അങ്ങനെ ഭാഗത്തൊക്കെ എത്തിപ്പോയി അടുക്കും. ആ ഭാഗത്തൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങോട്ട് നമുക്ക് അറിയാം. അത് മണലാണ് മുഴുവൻ. ഉം. അത് മണലാണ്. ആ ഭാഗം അത് അങ്ങോട്ട് പോയാലേ ഇത് മണലാ. ഇത്രയും വെള്ളമില്ല. അക്കരക്ക് കയറാം. കേറാല്ലേ? ആ. അതായത് ഒഴുക്കിന്റെ ഒരു ഗതി ഒഴുക്കരുത്. നമ്മുടെ കാല് പറഞ്ഞു പോയാൽ കമന്ന് വീണ കിട്ടിയത്. കിട്ടില്ലല്ലേ? ഇവിടെ കല്ല കിടക്കും കേട്ടോ. കല്ലാണ്. ആ കല്ല ഇടിച്ചു കഴിഞ്ഞാൽ നേരെ താഴോട്ട് പോകും. കല്ല് നമ്മുടെ അടി പറഞ്ഞു പോയെങ്കിലോ ഇതുണ്ടോ താഴം പോവും. കല്ലൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇഷ്ടംപോലെ കല്ലുണ്ട്. ആ കിളിഞ്ഞ് കിടക്കുന്നില്ലേ, അതെല്ലാം കല്ല. ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യുന്നത് അക്കരക്ക് കയറില്ല. ഞാൻ ഇത് കയറി പോവും. കേറിപ്പോകും. അതായത് ഒഴുക്കില്ലായിരുന്നെങ്കിൽ ഒരു അപകടത്തിനുള്ള സാധ്യത ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. അവിടെ സ്റ്റെപ്പ് കണ്ടില്ലേ അങ്ങ് നേരെ അക്കരെ. ആ, ആ. ഞങ്ങൾ അതിലെ ഇറങ്ങി വരുന്ന ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പാസ് ചെയ്യുന്നു. ഞങ്ങൾ ഇതിൽ ഇറങ്ങും. ഞാൻ എവിടെ ഇറങ്ങും? എവിടെ ഇറങ്ങിയിട്ട് അതിൽ ഈ ഇറങ്ങി പാടത്തിന്റെ അവിടം വരെ പോയി ഞങ്ങൾ കുളിക്കുന്നു. ആ. പക്ഷെ ഇന്നലെ ഒരു റിസ്ക് ഉണ്ടായിട്ടും കുട്ടികളെ എടുത്ത് അവിടെ പറഞ്ഞിട്ട് ഇനി അവരെന്ത് അവര് ബലം ഇടപെടുന്നവരായിട്ട് പറയുന്നത് നമുക്കറിയത്തില്ല. എന്തെങ്കിലും വല്ല മയക്കം വരുന്ന എന്തെങ്കിലും ഇത് വെച്ചെന്ന് അറിയത്തില്ല. അതൊന്നും ഇന്നലെ അവര് കേട്ടോ. വെള്ളത്തിൽ ഇറങ്ങിയപ്പോഴും ശ്രദ്ധിക്കാറില്ല. ആ പുള്ളി പറഞ്ഞതാ, വെള്ളമേ നിങ്ങൾ വെള്ളം കളിക്കാതെ കയറി പോകും, വെള്ളം മരവാണ് എന്ന് വെള്ളമൊക്കെ പറഞ്ഞു. വരുമ്പോഴേ നമ്മളെ പിള്ളേരോട് പറയും അത് ഞാൻ ഇവിടെ ഇറങ്ങരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയാം ഈ വെള്ളം വരുന്നത്. ഇപ്പൊ ഈ കിടക്കുന്നില്ലേ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ മലയ്ക്ക് മഴ പെയ്താൽ ആർക്കും അറിയത്തില്ല. അവിടെ തീക്കോയിലൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഈ കൂടുന്നനുസരിച്ച് ഈ കല്ലിന്റെ അളവുണ്ട്. വെള്ളം പയ്യെ കയറുമ്പോഴേ നമ്മൾ കുളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പറയടാ എവിടുന്ന വെള്ളം വരുന്നുണ്ട്, പെട്ടെന്ന് നമ്മൾ കുളിച്ച് ആ കല്ല് കിടക്കുന്നില്ലേ, ആ കല്ലക്കൂടെ നേരെ ഞങ്ങൾ അക്കരെ കയറുന്നു. ആ സ്റ്റെപ്പില്ലേ അതിലേ വരുന്ന ആ വീടില്ലേ, അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങപ്പുറത്തോട്ട്. മരുന്ന് എന്തോ വെള്ളം കളിച്ച് അന്നേരം പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞത്, വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതനുസരിച്ചില്ല. പിന്നെ വരാനുള്ളത് ദൈവം എപ്പം വേലും നമുക്ക് മരണം വെച്ചിട്ടില്ലേ, അത്രേ ഉള്ളൂ.